ഹായ് ഡിയേഴ്സ്, ഇന്ന് നമുക്ക് ഒന്നിച്ച് കുറച്ച് പ്ലാന്റ്സ് കാണാം കേട്ടോ. നല്ല അടിപൊളിയായിട്ടുള്ള പ്ലാന്റ്സ് ആണ്. സാമ്പക്കസിൻ്റെ പ്ലാന്റ്സ് ഞാൻ വീഡിയോയിൽ ഇതുവരെ ഇതുപോലെ കാണിച്ചിട്ടില്ല. ഇത്രയും ഭംഗിയായിട്ടുള്ള ഫ്ലവേഴ്സാണ് കേട്ടോ ഇതിനകത്ത് ഉണ്ടാകുന്നത്. അത്യാവശ്യം ഹൈറ്റിൽ വളരുന്ന പ്ലാന്റ് ആണ്. നമുക്ക് കട്ട് ചെയ്ത് ഷോർട്ടാക്കി നിർത്തുകയും ചെയ്യാം. നല്ല വൈറ്റ് കളറിലാണ് പൂക്കൾ ഉണ്ടാകുന്നത്. അപ്പോൾ ഈ പ്ലാന്റിൻ്റെ നമ്മൾ അയച്ചു തരുന്ന സൈസാണ് ഈ കാണുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് പ്ലാന്റ്സ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. അതുപോലെ തന്നെ ഹൈപ്പ് ചെയ്യാനും ആരും മറന്നു പോകരുത് കേട്ടോ. ഇനി അടുത്ത പ്ലാന്റാണ് ഈ കാണുന്ന നല്ല യെല്ലോ കളറിൽ ഫ്ലവേഴ്സ് ഉണ്ടാകുന്ന ഗോൾഡൻ ഗ്ലോബ് എന്ന് പറയുന്ന പ്ലാന്റ്. ചെറിയ പ്ലാന്റാണ്, 50 രൂപയെ നമുക്ക് റേറ്റ് വരുന്നുള്ളൂ. ഹാങ്ങിങ് പോട്ടിൽ വളരെ മനോഹരമായിട്ട് ഈ പ്ലാന്റ് വളരുകയും ചെയ്യും. ഇനി അടുത്തത് ഒരു തെച്ചിയുടെ അല്ലെങ്കിൽ ഒരു ഇക്സോറ പ്ലാന്റിൻ്റെ വെറൈറ്റിയാണ്. ഇതിൽ 2 ലെയേഴ്സ് ഉണ്ടാവും. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. 120 രൂപയാണ് പ്രൈസ് വരുന്നത്. ഇനി അടുത്തത് ബൊഹീനിയ കോക്സീനിയ എന്ന് പറയുന്ന നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ക്രീപ്പർ പ്ലാന്റാണ്. അത്യാവശ്യം നല്ല റേറ്റ് വരുന്ന പ്ലാന്റാണ്. കാരണം ഇതിൻ്റെ കട്ടിങ്സ് ഒന്നും അങ്ങനെ പെട്ടെന്ന് പിടിച്ച് കിട്ടില്ല. നമുക്കിപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് 250 രൂപയുടെ പ്ലാന്റ് സൈസാണ്. നല്ല ഹെൽത്തി പ്ലാന്റാണ്. ചെറിയ പ്ലാന്റ്സ് ആയിരിക്കും കേട്ടോ. പ്ലാന്റിൻ്റെ സൈസ് കാണിച്ചു തരാം. അപ്പോൾ ഈ ഒരു പ്ലാന്റൊക്കെ വാങ്ങുന്ന ആൾക്കാർ നല്ല മഴയാണെങ്കിൽ മഴ കൊള്ളാത്ത സ്ഥലത്തൊന്ന് വയ്ക്കാൻ മറന്നു പോകരുത് കേട്ടോ. അപ്പോൾ നമ്മുടെ പ്ലാന്റിൻ്റെ സൈസ് ഇതുപോലെയാണ് വരുന്നത്. ബൊഹീനിയെക്കുറിച്ച് അറിയുന്നവർക്കറിയാം ഈ ഒരു പ്രൈസിൽ ഇത് വേർത്താണെന്നുള്ളത്. ഇനി അടുത്തത് ഗോൾഡൻ കാസ്കേഡാണ്. ഇത് നല്ലൊരു ക്രീപ്പർ പ്ലാന്റ് ആണ്. ഇത് സീസണൽ ഫ്ലവറിങ് പ്ലാന്റ് അല്ല കേട്ടോ. നമുക്ക് എല്ലാ സമയത്തും ഫ്ലവേഴ്സ് കിട്ടുന്ന ഒരു ക്രീപ്പർ പ്ലാന്റ് കൂടിയാണ്. നമുക്ക് കർട്ടൻ പോലെ ഇങ്ങനെ ഇടാൻ പറ്റുന്നൊരു ഏരിയ ഉണ്ടെങ്കിൽ വളരെ മനോഹരമായിട്ട് ഈ ഒരു പ്ലാന്റ് വളർത്തി പടർത്തി ഇങ്ങനെയാക്കി എടുക്കാം കേട്ടോ. പിന്നെ ഈ പൂക്കൾ പൊഴിഞ്ഞു പോയാലും അതിൻ്റെ ആ ടോപ്പിലുള്ള ഭാഗം ഇലകളായിട്ട് തന്നെ കണ്ടിന്യൂ ചെയ്ത് വളരുകയാണ് ചെയ്യുന്നത്. അല്ലാതെ പൂ പൊഴിഞ്ഞ് തണ്ടുകളായിട്ട് നിന്ന് അത് കരിഞ്ഞ് നിന്ന് പോകുന്നൊരു ടെൻഡൻസിയുള്ള പ്ലാന്റ് അല്ല കേട്ടോ. അപ്പോൾ ഈ ഒരു ഗോൾഡൻ കാസ്കേഡിൻ്റെ 80 രൂപ റേറ്റ് വരുന്ന പ്ലാന്റ്സ് നമുക്ക് അവൈലബിൾ ആണ്. ചെറിയ പ്ലാന്റ് സൈസാണ്, ഒരുപാട് വലുതൊന്നുമല്ല. നമ്മുടെ വീഡിയോസ് കാണുന്നവർക്കറിയാം. ഹെൽത്തി പ്ലാന്റ് ആണ്, വെൽ റൂട്ടഡ് ആണ്, പക്ഷേ ചെറിയ പ്ലാന്റ് ആയിരിക്കും കേട്ടോ. അപ്പോൾ പ്ലാന്റിൻ്റെ സൈസൊന്നും കറക്റ്റായിട്ട് മനസ്സിലാവാത്തവർ ജസ്റ്റ് ഒന്ന് മെസ്സേജ് അയച്ചാൽ മതി. വാട്സപ്പിൽ സൈസ് കാണിച്ചു തരുന്നതായിരിക്കും. അല്ലെങ്കിൽ നമ്മുടെ കാർട്ടൊന്ന് ചെക്ക് ചെയ്താൽ മതി കേട്ടോ. ഇനി അടുത്തത് ഈ കാണുന്ന ഗൾഫീമിയ പ്ലാന്റ് ആണ്. ഇതിൽ നല്ല യെല്ലോ കളറിൽ പൂക്കൾ ഉണ്ടാവുന്നത് നല്ലൊരു കുറ്റിച്ചെടിയാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഫ്ലവേഴ്സ് ഒന്നുകൂടി അടുത്തുനിന്ന് കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ ഇതുപോലെ ഫ്ലവറോ അല്ലെങ്കിൽ ബഡ്സോട് കൂടിയിട്ടുള്ള പ്ലാന്റ്സ് തന്നെയാണ് അയച്ചു തരുന്നത്. 120 രൂപയാണ് റേറ്റ് വരുന്നത്. ഇത് കമേലിയ ജപ്പോണിക്കയാണ്. നല്ല റെഡ് കളറിൽ നല്ല വിരിഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ പൂക്കൾ. വേറെ ഒന്നും ചെയ്തിട്ടല്ല, ഇതിങ്ങനെ നന്നായിട്ട് വിരിഞ്ഞു വരും, പെട്ടെന്ന് പൂക്കളാവുകയും ചെയ്യും. ഇതിൻ്റെ വലിയ പ്ലാന്റ്സിന് നല്ല റേറ്റ് വരുന്നുണ്ട്. അത് വാങ്ങാൻ പറ്റാത്തവർക്ക് ഈ സൈസിലുള്ള പ്ലാന്റ് വാങ്ങാം. ഇതിന് 400 രൂപയാണ് കേട്ടോ റേറ്റ് വരുന്നത്.